ഉപയോഗിച്ച് മോരുകറി വയ്ക്കുന്നതാണ്. ഇന്ന് നമുക്ക് കടയിരിപ്പ് സ്പെഷ്യൽ മോരുകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളരിക്കയായിട്ടാണ് മോര് വെക്കുന്നത്. അതിനായിട്ട് നല്ലപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, കാന്താരി മുളകും മറ്റ് മുളകുകളുമുണ്ട്. കാന്താരി മുളക് ഇട്ടാലാണ് അതിൻ്റെ സ്പെഷ്യൽ രുചി വരികയുള്ളൂ. കടയിരിപ്പ് സ്പെഷ്യൽ മോരുകറി പ്രത്യേകിച്ച് പാറമുറിയിൽ ഉണ്ടാക്കുന്ന മോരുകറി വെക്കുന്ന വിധമാണ് കാണിക്കുന്നത്. മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടി കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അതിനകത്ത് അഡീഷണൽ ചേർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയായതുകൊണ്ട് കുറച്ച് വീതം വീഴുന്ന കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. മോരുകറിക്ക് വെളിച്ചെണ്ണ സാമാന്യം നന്നായിട്ട് വേണം താൻ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഉലുവ, ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളക്, കറിവേപ്പില നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ഇടിക്കയുടെ വെള്ളം മുഴുവനായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ തല്ലി ഒഴിക്കാൻ പാടുന്നത്. അതിൻ്റെ വെള്ളം നന്നായി വെച്ചിട്ടുണ്ട്. നന്നായി തീ ഓഫ് ചെയ്തതിന് ശേഷം മോരൊഴിച്ച് കൊടുക്കണം. നമ്മൾ തൽക്കാലം വീഡിയോ ഓഫ് ചെയ്യാണ്. നമ്മൾ കുറച്ച് നേരം ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് ചൂടായാലത് പിരിഞ്ഞു പോകും. പതിയെ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളത് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തൈര് നല്ലതായിരിക്കണം. അത് മിൽമയുടെ പാല് വാങ്ങിച്ച് തിളപ്പിച്ച് അതും കൊണ്ട് ഉറവൊഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മോരുകറി ലഭിക്കുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഉച്ചയ്ക്ക് മോരുകറി കൂട്ടി ചോറുണ്ണാം.